എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഗപ്പികൾക്ക് കൊടുക്കാൻ ബേബി ഫുഡ് വാങ്ങിച്ചു. ഇഷ്ടം പോലെ കുഞ്ഞുങ്ങളുണ്ട്. അയ്യോ, അതിനെല്ലാം തീറ്റ കൊടുക്കാനാണ് ബേബി ഫുഡ്. അടിപൊളി പൗഡറാണ് ഇത്. ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ ഇങ്ങനെ സ്പ്രെഡ് ആവും, അങ്ങനത്തെ ടൈപ്പാണ്. അടിയിലോട്ട്, വെള്ളത്തിൻ്റെ അടിയിലോട്ട് കുറച്ച് ഡെപ്പോസിറ്റ് ആവും, കൂടുതലും ഇങ്ങനെ സ്പ്രെഡ് ആവുകയാണ് എല്ലായിടത്തും. പിൻറ്റെയിൽ പ്ലാറ്റ് ഇഷ്ടം പോലെ കുഞ്ഞുങ്ങൾ ഇപ്പോൾ ബ്രീഡായിട്ടുണ്ട്. അതിനെയെല്ലാം വലുതാക്കി കെട്ടണമെങ്കിൽ ഇത്ര പൗഡർ പോലത്തെ തീറ്റ കൊടുത്താലേ പറ്റത്തുള്ളൂ. കുറേ എണ്ണം പ്ലാന്റിൻ്റെ ഇടയ്ക്ക് ഒളിച്ചിരിക്കുന്നുണ്ട്, അങ്ങനെയാണ് രക്ഷപ്പെടുന്ന കുഞ്ഞുങ്ങളെ കിട്ടുന്നത്. അല്ലാത്തെല്ലാം തിന്നുവാണ്. അതുകൊണ്ട് കുറേ ആയിട്ടുണ്ട്, ഇപ്പോൾ കൊടുക്കാനുണ്ട് ഇതിനെല്ലാം. പിൻറ്റെയിൽ പ്ലാറ്റിയും പർപ്പിൾ ബെറി ഡ്രാഗൺ ബിഗ് ഇയറും. പർപ്പിൾ ബെറി ഡ്രാഗൺ ബിഗ് ഇയറിന് 200 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. പിന്നെ പിൻറ്റെയിൽ പ്ലാറ്റി ആണെങ്കിൽ 60 രൂപ പെയറിന്. അപ്പോൾ ഈ വേണ്ടവർ ഈ നമ്പർ വിളിച്ചാൽ മതി. അടിപൊളി പൗഡർ ക്വാളിറ്റിയാണ്. എന്താണ്, നല്ല ഇതായിരിക്കും. കുഞ്ഞുങ്ങളൊക്കെ പെട്ടെന്ന് വലുതാവും ഇത് കൊടുത്തു കഴിഞ്ഞാൽ. അതുകൊണ്ട് പിൻറ്റെയിൽ പ്ലാറ്റിക്ക് കുറച്ച് കൊടുക്കട്ടെ സാധനം. പക്ഷേ ഓവറായി പോകാതെ സൂക്ഷിക്കണം. ഞാനിങ്ങനെ കുറഞ്ഞാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതെല്ലാം ഇഷ്ടം പോലെ. ഇത് തികയത്തില്ല സത്യം പറഞ്ഞാൽ. 2 നേരമാണ് ഞാൻ കൊടുക്കുന്നത്. അതായത് ഇപ്പോൾ കൊടുക്കും, പിന്നെ രാവിലെ, പിന്നെ വൈകുന്നേരം കൊടുക്കും. അതിൽ കൂടുതൽ കൊടുക്കത്തില്ല. ഇതാണ്, വേസ്റ്റ് ഒന്നും വരത്തില്ല. ബാക്കി വരുന്ന തീറ്റ, വേസ്റ്റ് വരുന്ന കക്ക തിന്നും. പിന്നെ ഞാൻ പുതിയ മീനുകളെ വാങ്ങിക്കാനുള്ള പ്ലാനാണ്. നിങ്ങൾക്ക് ഏതെങ്കിലും ഇഷ്ടപ്പെട്ട മീനുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോയ്ക്ക് താഴെ കമൻ്റ് അടിക്കണം. പിന്നെ ഞാൻ വാങ്ങിക്കാത്ത മീനായിരിക്കണം, അങ്ങനത്തെ എന്തെങ്കിലും ഗപ്പി ആയിരിക്കണം, വെറൈറ്റി. അപ്പം കുറേ ഗപ്പി വെറൈറ്റി വാങ്ങിക്കണം. ഇനി വേറെ പുതിയ ടാങ്കൊക്കെ സെറ്റാക്കി എടുക്കാൻ പോവാണ്. അപ്പോൾ സെറ്റാക്കിയിട്ട് വെറൈറ്റി ഗപ്പിയെ വാങ്ങിക്കാനുള്ള പ്ലാനാണ്. എന്താണ്, നിങ്ങൾക്ക് അറിയാവുന്ന, ഞാൻ വളർത്താത്ത ഏതെങ്കിലും വെറൈറ്റി ആയിരിക്കണം. അതിൻ്റെ പേരൊന്ന് ഈ വീഡിയോയുടെ താഴെ കമൻ്റ് അടിക്കണം. എന്നിട്ട് ഞാൻ ട്രൈ ചെയ്ത് നോക്കാനാണ്. ബ്ലാക്ക് ഐ ആണ് ഞാൻ കൂടുതലും ഇനി വളർത്താൻ പോകുന്നത്. റെഡ് ഐ അങ്ങോട്ട് ഞാൻ വളർത്തിയിട്ടൊന്നും ശരിയാകുന്നില്ല. മെയിനായിട്ടും വാട്ടർ ചേഞ്ചിങ് ഒന്നും ഞാൻ ചെയ്തു കൊടുക്കുന്നില്ല. അതുകൊണ്ടാണ് ഈ കൂടുതൽ ചത്തു പോകുന്നത്. പിന്നെ ഇതാണ് ഫുൾ ബ്ലാക്ക് ബിഗ് ഇയർ. ഇതും കൊടുക്കാനുണ്ട്. ഇത് പെയർ 200 രൂപയാണ്. അടിപൊളി വെറൈറ്റിയാണ്. ഇഷ്ടം പോലെയാണ് ഇതുണ്ടാകുന്നത്. എനിക്ക് നേരത്തെ പ്ലാറ്റിനം റെഡ് ബിഗ് ഇയർ വളർത്തിയപ്പോൾ കിട്ടിയതിനേക്കാളും കൂടുതൽ കുഞ്ഞുങ്ങൾ ഇതിനാണ് കിട്ടുന്നത്. അയ്യോ, ഇതാണ്, നല്ല രസമാണ്. ഇത് ഫ്രിഡ്ജ് ബോക്സിലിട്ടാലേ ആ ഒരു എടുപ്പ് കിട്ടത്തുള്ളൂ. അതായത് വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് വരുമ്പോൾ. ഇതിപ്പോൾ ബാക്ക്ഗ്രൗണ്ട് ബ്ലാക്കും ആയിക്കൊണ്ട്, അതും ബ്ലാക്ക് ആയിക്കൊണ്ട് ഒരു രസമില്ല കാണാൻ തന്നെ. ഇഷ്ടം പോലെ കുഞ്ഞുങ്ങളുണ്ട് ഇതിനകത്ത്. അയ്യോ, ഞാൻ വേറെ ടാങ്കിലോട്ടെല്ലാം മാറ്റുക ഇതിൻ്റെ കുഞ്ഞുങ്ങളെ. എന്തോ അടിപൊളി ക്വാളിറ്റിയാണ്. ഫിഷിന് ഇഷ്ടപ്പെടുന്നുണ്ട് ഈ തീറ്റ നല്ലപോലെ. ഇതുകൊണ്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വെറൈറ്റി തീറ്റ കൊടുക്കുന്നത് നല്ലതാണ്. അതാകുമ്പോൾ മീനും മടുപ്പ് വരത്തില്ല. പിന്നെ ഹെൽത്തി ആയിട്ട് ഇഷ്ടം പോലെ ബ്രീഡായി കിട്ടും കുഞ്ഞുങ്ങളെ. ഇത് അടിപൊളി വെറൈറ്റിയാണ്. നോർമൽ ഫുൾ ബ്ലാക്ക് ഗപ്പിയേക്കാളും ആൾക്കാർക്ക് വേണ്ടത് ഇതിനെയാണ്. ഇനി അടുത്ത ടാങ്ക് എന്ന് പറഞ്ഞാൽ പ്ലാറ്റി കുഞ്ഞുങ്ങളെയും വലിയ പ്ലാറ്റുകളെല്ലാം ഇട്ടേക്കുന്ന ടാങ്കാണ്. ഇതിനകത്തൊരു ബിഗ് ഇയർ, ഒരു പ്ലാറ്റിനം റെഡ് ബിഗ് ഇയറിൻ്റെ ഒരു പെയർ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇഷ്ടം പോലെ ഉണ്ട്. ഇതിപ്പോൾ വെള്ളം മാറിയപ്പോൾ കുറേ എണ്ണം ചത്തുപോയി. ബാക്കി പകുതിയാണ് ഈ കിടക്കുന്നത്. ഇത്രയും ഇതുള്ള ഇതിൻ്റെ കുഞ്ഞുങ്ങളൊക്കെ ഇഷ്ടം പോലെ ബ്രീഡ് ആയിട്ടുണ്ട്. പ്ലാറ്റി, സാധാ പ്ലാറ്റിയും ഉണ്ട്, പിന്നെ ഫുൾ റെഡ് പ്ലാറ്റിയും ഉണ്ട്, പഴയ വെറൈറ്റി പ്ലാറ്റി. പായലിൻ്റെ ഇടയ്ക്ക് മൊത്തം കുഞ്ഞുങ്ങളാണ്. എന്തായാലും വെള്ളം മാറിയ കൊണ്ട് എല്ലാത്തിനും കാണാൻ പറ്റുന്നുണ്ട്. പായലിൻ്റെ ഇടയ്ക്ക് ഇഷ്ടം പോലെ ഉണ്ട്. വലിയ കുഞ്ഞുങ്ങളുണ്ട്, ചെറിയ കുഞ്ഞുങ്ങളുണ്ട്. അപ്പോൾ ഇതിനകത്ത് കുറച്ച് തീറ്റ ഇട്ട് കൊടുക്കാനാണ്. പക്ഷേ സത്യം പറഞ്ഞാൽ ഇതിന് ഈ തീറ്റയുടെ ആവശ്യമില്ല. സാധാ ഇച്ചിരി വില കുറഞ്ഞ തീറ്റ കൊടുത്താലും മതി. പിന്നെ ഞാനിത് ചുമ്മാ കൊടുക്കുന്നതേ ഉള്ളൂ. എപ്പോഴും റിവ്യൂ ചെയ്യാൻ നേരത്ത് എല്ലാ ടാങ്കിലും മിക്കതിനും ഞാൻ തീറ്റ കൊടുക്കാറുണ്ട്. അന്നേരത്തെ എന്തുകൊണ്ട് ഇതിന് ഇട്ട് കൊടുക്കുമ്പോൾ ഇത് സ്പ്രെഡാകുന്നത് എക്സ്ട്രാ വരുന്ന എല്ലാം മറ്റേ ആ പായലിൻ്റെ ഇടയ്ക്കോട്ട് പോകുമ്പോൾ തീരെ ചെറിയ കുഞ്ഞുങ്ങൾക്ക് കിട്ടും. അപ്പോൾ അത് പെട്ടെന്ന് വലുതാവും. അങ്ങനെ രക്ഷപ്പെടാൻ പറ്റും. തിന്നാനും പറ്റത്തില്ല. ഒരു സൈസ് കഴിഞ്ഞാൽ പിന്നെ പ്ലാറ്റികൾ കുഞ്ഞുങ്ങളെ പിടിക്കത്തില്ല, കഴിക്കാൻ പോകത്തില്ല. ഞാനങ്ങനെ മോളിയെ വളർത്ത് പൂർണ്ണമായിട്ട് നിർത്തി ഇപ്പം തൽക്കാലത്തിന്. ഇനിയും പ്ലാറ്റി വേറെ വെറൈറ്റി വാങ്ങിക്കാനുള്ള പ്ലാനാണ്. പ്ലാറ്റിയും വാങ്ങിക്കണം. പിന്നെ ഹൈബ്രിഡ് മോളി വെറൈറ്റീസിന് എന്തെങ്കിലും വാങ്ങിക്കാനുള്ള പ്ലാനാണ്. പക്ഷേ ടാങ്ക് വേറെ സെറ്റ് ചെയ്യണം, എന്നിട്ടേ വാങ്ങിക്കാൻ പറ്റത്തുള്ളൂ. അതാണ്, പ്ലാറ്റി ഒരു കുഴപ്പമില്ല. അയ്യോ, നിറച്ചുണ്ടാകുന്നുണ്ട്. പിന്നെ സോട്ടൈലിൻ്റെ കുഞ്ഞുങ്ങളുണ്ട് ഇതിനകത്ത്, പ്ലാറ്റി മാത്രമല്ല. സോട്ടൈലിൻ്റെ കുഞ്ഞുങ്ങളുടെ എണ്ണം കുറഞ്ഞിട്ടുണ്ട്. മിക്കേനും വലുതിനെല്ലാം കൊടുത്തു. ഇപ്പം കിടക്കുന്നതെല്ലാം സോട്ടൈലിൻ്റെ തീരെ ചെറിയ കുഞ്ഞുങ്ങളാണ്. ഇനി വലുതായി കഴിയുമ്പോൾ ഇച്ചിരി കൊടുക്കാൻ പരുവാകത്തുള്ളൂ. എന്തായാലും കുറേ പ്ലാറ്റുകളുണ്ട്. അയ്യോ, എന്നിട്ട് മഴ പെയ്ത് കുറേ എണ്ണം ഒലിച്ചും പോയി. അത് തീരെ ചെറിയ കുഞ്ഞുങ്ങൾ, നെറ്റിൻ്റെ ഇടയ്ക്കൂടെ പോകാൻ പറ്റിയ വലിപ്പമുള്ളതെല്ലാം പോയി. പിന്നെ ജീവനോടെ ചിലതിനെയൊക്കെ തിരിച്ച് ടാങ്കിൽ തന്നെ തിരിച്ചിട്ടു. അതായത് മഴ പെയ്തപ്പോൾ ചാകാതെ കിടന്നതൊക്കെ, രക്ഷപ്പെട്ട് കിടന്ന സൈഡിലൊക്കെ ഉണ്ടായിരുന്നു. അതിനെയൊക്കെ തിരിച്ചങ്ങിട്ട് ടാങ്കിലോട്ട്.
വേറെ ഈ ഏരിയയിൽ നിന്ന് ഒഴുകിപ്പോയി ചത്തതൊക്കെ ഉണ്ട് വേറെ. അയ്യോ, അത് ഭയങ്കര കഷ്ടമായിപ്പോയി. അതോളം കുറേ കൊടുത്തിട്ടുണ്ട് പ്ലാറ്റി. ഇനിയും കൂടുതലും കുഞ്ഞുങ്ങളാണ്, അത്യാവശ്യം വലിപ്പമുള്ള കുഞ്ഞുങ്ങളാണ്. വലുതൊക്കെ മിക്കതും തീരാറായിട്ടുണ്ട്. പിന്നെ ഈ ടാങ്കിനകത്താണ് നമ്മുടെ സിൽവറാഡോ HP ബ്ലൂവിൻ്റെ ബേബീസ് കിടക്കുന്ന കുഞ്ഞുങ്ങൾ. ഇതിനും കൊടുക്കണം ഈ തീറ്റ. ഈ തീറ്റ കൊടുത്താൽ പെട്ടെന്ന് വലുതായി കിട്ടും. അതുകൊണ്ട് ഇതെല്ലാം തീരെ ചെറിയ സൈസ് കുഞ്ഞുങ്ങളാണ്. ഇത് നല്ല ഗപ്പിയാണിത്. പെയർ 100-150 രൂപ റേറ്റൊക്കെ വരുന്ന സാധനമാണ്. ഇത് ഞാൻ 100 രൂപയ്ക്കാണ് കൊടുക്കുന്നത് വലുതായി കഴിയുമ്പോൾ. ഇത് ബൾക്ക് ചെയ്യാൻ നല്ല വെറൈറ്റി, അതായത് ഒത്തിരി ആക്കാൻ ഒരു പറ്റിയ ഹൈബ്രിഡ് ഗപ്പിയാണ്. നല്ല ഇമ്മ്യൂണിറ്റിയാണ്. മഴ പെയ്താലും ഒരു കുഴപ്പമില്ല. എല്ലാം കുഞ്ഞുങ്ങളും അങ്ങനെ തമ്മിൽ കൊത്തിപ്പറിക്കുക അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. ഒറ്റ ബ്രീഡിങ്ങിൽ തന്നെ 50-60 കുഞ്ഞുങ്ങളൊക്കെ അതിനെ കിട്ടുന്നത്. ഇതിൻ്റെ പേരാണ് പ്ലാറ്റിനം ഗോൾഡ് ബ്ലാക്ക് ഡ്രാഗൺ ഹാഫ് മൂൺ. സോളോ റിബൺ ഉള്ളതുകൊണ്ട് റിബൺ ഇല്ലാത്തതുകൊണ്ട്. ഇപ്പോൾ കാണുന്ന സൈസുള്ള റിബണുള്ള ഒരു ഫീമെയിലാണ് അതിൻ്റെ. അടിപൊളിയാണ്. ഇത് കുറേ ബ്രീഡായി കിട്ടിയിട്ടുണ്ട് എൻ്റെ കുഞ്ഞുങ്ങൾ. ഇതിൻ്റെ വേറെ ഒറ്റ ഒരെണ്ണത്തിൻ്റെ അല്ല, പലതിൻ്റെയും കൂടെ കുഞ്ഞുങ്ങളാണ്. അതുകൊണ്ടാണ് അത്രയും കിട്ടിയത്. സത്യം പറഞ്ഞാൽ ഇത് 14 കുഞ്ഞുങ്ങളെ ഫസ്റ്റ് ബ്രീഡിങ് കിട്ടിയത് ഉണ്ട് ഇതിൻ്റെ. അത്രേ ഉണ്ടാകത്തുള്ളൂ. പിന്നെ കുഞ്ഞുങ്ങളെ തിന്നുമെന്ന് ചോദിച്ചാൽ ഇതുവരെയായിട്ടും തിന്നിട്ടില്ല. പക്ഷേ എണ്ണം കുറവാണ് കുഞ്ഞുങ്ങളുടെ കിട്ടുന്നത്. റിബൺ ഇല്ലാത്തതിന് പിന്നെയും കുഞ്ഞുങ്ങളെ കിട്ടുന്നുണ്ട്. അതിൻ്റെ റിബൺ അല്ലാത്ത മെയിലാണ് ഈ കാണുന്നത്, റൗണ്ട് ടെയിൽ. ഇതിപ്പോൾ 3 വെറൈറ്റി ഉണ്ട് എൻ്റെ. ഒന്നെന്ന് പറഞ്ഞാൽ റിബണുള്ള ഒരു ഫീമെയിൽ, അങ്ങനത്തെ ഫീമെയിലും മെയിലും റിബൺ ഉള്ളത് വരുന്നുണ്ട്. പിന്നെ റിബൺ ഇല്ലാത്ത റൗണ്ട് ടെയിലുള്ളതുണ്ട് ഇതിൻ്റെ. പിന്നുള്ളത് ഷോർട്ട് ബോഡി ടൈപ്പ്. 3 വെറൈറ്റി ഉണ്ട് അങ്ങനെ. ഇപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കുണ്ട് കുഞ്ഞുങ്ങൾ, പക്ഷെ കാണാൻ പറ്റത്തില്ല. ഇതെങ്ങനെയോ രക്ഷപ്പെട്ടതൊക്കെ 1-2 എണ്ണം ഉണ്ട്, അതൊക്കെ ഇതിനകത്തുണ്ട്. എന്താണ് അംബ്രല്ല പ്ലാന്റ് അടിപൊളിയാണ്. കുഞ്ഞുങ്ങളെ സേഫായിട്ട് കിട്ടാൻ നല്ലൊരു പ്ലാന്റാണിത്. ബ്രീഡിങ് കേജ് വെക്കാൻ ഇഷ്ടമല്ലാത്തവർക്കൊക്കെ ഇത് വെക്കാം. എനിക്ക് സത്യം പറഞ്ഞാൽ ബ്രീഡിങ് കേജ് ഇതിനകത്ത് വെച്ച് കൊടുക്കുന്നത് ഇഷ്ടമല്ല. കാഴ്ചയിൽ എന്തോ പോലെ ഇരിക്കും. അതുകൊണ്ടാണ് ഞാൻ വെക്കാത്തത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.